ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ഡിന്നർ വ്ളോഗ് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് പരിപ്പ് ചെറിയ ഉള്ളി ചേർത്ത് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, സവാള, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മത്തങ്ങയും മുരിങ്ങാക്കായും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങാക്കായ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, മുരിങ്ങാക്കായ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പരിപ്പിൻ്റെ കൂടെ കിടന്ന് ഒന്നും കൂടി വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ആവശ്യത്തിനും ഉള്ള ഉപ്പും ചേർത്ത് മത്തങ്ങ വേവിച്ചെടുക്കാം. ഒരു ചെറിയ പീസ് പുളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് മുരിങ്ങാക്കായ ഇറക്കി വെക്കാം. അപ്പം ഇനിയിപ്പോൾ ഇത്തിരി വെന്ത് പോയാലും ഉടഞ്ഞു പോകാതെ തന്നെ കിട്ടും. അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയുണ്ട്, ഒരു ചെറിയ പീസ് ശർക്കര. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ രാത്രി ദോശയൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലുള്ള സാമ്പാറൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില, വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാമ്പാറുണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഒരുപാട് പച്ചക്കറികളൊന്നും അതിലിടേണ്ട ആവശ്യമില്ല. ഇത്രയും തന്നെ കറികൾ മതി. വെണ്ടക്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. വെണ്ടക്ക, മുരിങ്ങാക്കായ, മത്തങ്ങ ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ പാകമാണോ നോക്കുക. ഇനി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മറ്റേ മുരിങ്ങാക്കായ മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചനയുടെ ഒരു കോമ്പിനേഷൻ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരുപാട് പൊടികളോ മസാല ഒന്നും ചേർക്കണില്ല. ഇനി നമ്മളിതിലേക്ക് ചതച്ച മുളക് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. അതായത് ചതച്ച മുളകും കറിവേപ്പില, ഉള്ളി, ഈ ഒരു 3 കോമ്പിനേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ കടലക്കറി വയ്ക്കുമ്പോൾ ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ മെഴുക്ക് പുരട്ടിയാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇനി നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല, അധികം വെള്ളമില്ലാണ്ട് കടല വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ ചെറിയൊരു വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാം. അത് കുഴപ്പമില്ല. ഇനി മസാലയൊക്കെ പുരണ്ട് നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. ചതച്ച മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എരിവിനായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. കണ്ടോ, ഇതുപോലെ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദോശ സാമ്പാറിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി ദോശയ്ക്ക് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിൽ ഇതുപോലെ ഇത്തിരി വെള്ളം തിളച്ചതിന് ശേഷം മാവ് ഒഴിച്ച് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് പരന്ന് കിട്ടും. അപ്പോൾ ഗീ റോസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി വലിയ ചട്ടി തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ദോശ ചുട്ടെടുത്താലേ ശരിയാവുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുക. ഇനി ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ദോശ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ എഗ്ഗ് ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ബാച്ച് ഇതേപോലെ വെള്ളം തിളച്ചിട്ട് ദോശമാവ് പരത്തി ഓയിലൊഴിച്ച് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചാൽ മതി. നെയ്യ് ചേർത്ത് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. വേണമെങ്കിൽ ഇത്തിരി ഉപ്പും കുരുമുളകിൻ്റെ പൊടി കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് സാധാരണ ഗീ റോസ്റ്റ് ചെയ്യുന്ന പോലെ ഇതൊന്ന് തിരിച്ചിട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൊരിയിച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഡിന്നറിനൊക്കെ ഇതുപോലെ എഗ്ഗ് ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ എഗ്ഗ് ദോശയായിട്ടോ ഗീ റോസ്റ്റായിട്ടോ നല്ല കോമ്പിനേഷനിൽ സാമ്പാറും ചേർത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, അപ്പോൾ ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊക്കെ ഒരു കോമ്പിനേഷൻ ഫുഡായിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗീ റോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിലെല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ചൂടോടുകൂടി തന്നെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ കഴിക്കുന്നതിനനുസരിച്ച് ഓരോന്ന് നല്ല പെർഫെക്റ്റായിട്ട് ചൂടായിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ ഗീയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാവുമ്പോൾ പ്രത്യേകിച്ചും തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഗീ റോസ്റ്റിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലെല്ലാവരും കഴിച്ചതിന് ശേഷം സാവധാനം
ആണ് വീട്ടമ്മമാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ലാസ്റ്റ് ദോശയൊക്കെ ചുട്ട് ഇതുപോലെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സാമ്പാർ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിക്കോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻസ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.